തിരുവനന്തപുരം മണ്ണന്തലയിൽ 3 വയസ്സുകാരന്റെ ദേഹത്ത് തിളച്ച ചായ ഒഴിച്ച് പൊള്ളിച്ചെന്ന് പരാതിയിൽ വഴിത്തിരിവ്. കുഞ്ഞിന്റെ ദേഹത്ത് തിളച്ച ചായ ഒഴിച്ചത് മുത്തച്ഛനല്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച പോലീസ് ഇക്കാര്യം ഉറപ്പുവരുത്തി. ഇതോടെ കുട്ടിയുടെ മുത്തച്ഛനെ മണ്ണന്തല പോലീസ് വിട്ടയച്ചു. തലസ്ഥാനത്ത് നിന്ന് ഇന്ന് ഏറ്റവും അധികം ചർച്ചയായ വാർത്തകളിലൊന്നായിരുന്നു വട്ടിയൂർക്കാവ് സ്വദേശിയായ 3 വയസ്സുകാരനെ അമ്മയുടെ രണ്ടാനച്ഛൻ ചായ ഒഴിച്ച് പൊള്ളിച്ചു എന്നുള്ളത്. എന്നാൽ ഇപ്പോൾ ആ ഒരു സംഭവത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ഈ കുഞ്ഞിനെ ചായ ഒഴിച്ച് പൊള്ളിച്ചത് കുഞ്ഞിന്റെ അമ്മയുടെ രണ്ടാനച്ഛൻ അല്ല എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. രാവിലെ കുഞ്ഞിന്റെ അച്ഛന്റെ പരാതിയിൽ മണ്ണന്തല പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും കുഞ്ഞിന്റെ അമ്മയുടെ രണ്ടാനച്ഛനെ കസ്റ്റഡിയിലെടുത്ത് ജുവനൈൽ ജസ്റ്റിസ് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. എന്നാൽ ആ സമയം മുതൽക്ക് തന്നെ ഈ കുഞ്ഞിന്റെ അമ്മയുടെ രണ്ടാനച്ഛൻ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഞാനല്ല ഇത് ചെയ്തത്, ഞാൻ കുഞ്ഞിനെ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന ആ സമയം മുതൽ, കസ്റ്റഡിയിൽ എടുത്ത സമയം മുതൽക്ക് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഇവരുടെ വീടിന്റെ പരിസരത്തുള്ള CCTV ദൃശ്യങ്ങളുടെ പരിശോധനയിലേക്ക് അടക്കം പോലീസ് കടന്നത്. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ് ഈ സംഭവം നടക്കുന്ന സമയം കുഞ്ഞിന്റെ അമ്മയുടെ രണ്ടാനച്ഛൻ വീട്ടിലുണ്ടായിരുന്നില്ല, മറിച്ച് ഇദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു വെയിറ്റിംഗ് ഷെഡിൽ പരിസരവാസികളും ഒക്കെയായി സംസാരിച്ചിരിക്കുന്നതായി CCTV ദൃശ്യത്തിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അല്ല ഈ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നത് എന്നതുകൊണ്ട് കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ അദ്ദേഹത്തെ വിട്ടയക്കുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഇദ്ദേഹത്തിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുക അടക്കം ചെയ്തതാണ്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തൽ ഉണ്ടായതിന് പിന്നാലെ ഇദ്ദേഹത്തെ ഇപ്പോൾ വിട്ടയച്ചിരിക്കുന്നത്. നിലവിൽ പോലീസ് പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അമ്മയുടെ അമ്മ, അതായത് അമ്മാമ്മയുടെ കയ്യിൽ നിന്നാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. മനഃപൂർവ്വം അല്ല, മറിച്ച് ഈ കുട്ടി ഈ ചായ തിളപ്പിച്ച് വെച്ചിരുന്ന സമയത്ത് അമ്മാമ്മയുടെ അടുത്ത് ചെന്ന് അവരുടെ വസ്ത്രത്തിൽ പിടിച്ച് വലിക്കുകയോ മറ്റോ ചെയ്തു. ആ സമയത്ത് അബദ്ധവശാൽ ഈ ചായ മറിഞ്ഞ ഈ കുട്ടിയുടെ ദേഹത്തു കൂടി വീണതാണ് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണവും മറ്റും നടക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ 24-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത് എന്നാണ് പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച ഈ സംഭവം നടന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. അപ്പോൾ തൻ്റെ ഭാര്യയുടെ രണ്ടാനച്ഛനാണ് തൻ്റെ കുഞ്ഞിനെ പൊള്ളലേൽപ്പിച്ചത്. നിരന്തരമായി ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. തൻ്റെ കുഞ്ഞ് തന്നെ കണ്ട ഉടൻ തന്നെ ആദ്യം പറഞ്ഞത് തൻ്റെ അച്ചാച്ചൻ ആണ് ഇത്തരത്തിലൊരു ദേഹോപദ്രവം തനിക്ക് ഏൽപ്പിച്ചതെന്ന് കുഞ്ഞ് പറയുകയും ചെയ്തു എന്ന് പോലീസിനോടും മാധ്യമങ്ങളോടുമടക്കം കുഞ്ഞിന്റെ അച്ഛൻ വ്യക്തമാക്കുകയും അതുമായി ബന്ധപ്പെട്ടാണ് പരാതി നൽകുകയും ചെയ്തിരുന്നത്. നിലവിൽ ഇപ്പോൾ ഈ കുഞ്ഞിന്റെ അമ്മയുടെ രണ്ടാനച്ഛൻ അല്ല ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് CCTV ദൃശ്യങ്ങളടക്കം കണ്ടെത്തിക്കൊണ്ടാണ് ഇത് അദ്ദേഹമല്ല എന്ന് കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ പോലീസ് എന്തുകൊണ്ടാണ് ഈ കുഞ്ഞിന്റെ അച്ഛൻ അങ്ങനെ ഒരു പരാതി നൽകാൻ ഇടയായത് എന്നുള്ള അന്വേഷണത്തിലേക്കാണ് നിലവിൽ ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമോ മറ്റെന്തെങ്കിലും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നോ എന്ന അന്വേഷണത്തിലാണ് നിലവിൽ പോലീസ് കടക്കുന്നത്.